ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷിച്ച് സുഖമല്ലേ ഗായ്സ്? ഡെസ്റ്റിനേഷൻ 4 എത്തിയിട്ടുണ്ട്. നമ്മൾ 4 വരെ എത്തിയത് തന്നെ അൽഹംദുലില്ലാ. നമ്മൾ നമ്മൾ ചാലഞ്ച് 49 ആണ് കേട്ടോ. അപ്പോൾ 4 വരെ എത്തിയിട്ടുണ്ട്. നമ്മളെത്തിയിട്ടുള്ളത് അൽജദാഫ് ദുബൈയിലാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ലക്ഷറി പ്ലേസ് ആണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്താ പറയുക, നമുക്ക് മോസ്റ്റ്ലി പോകാനുള്ളൊരു ഭാഗമായ കാരണം നമുക്ക് അവിടെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആളെ കാണലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 9 മണിയൊക്കെ ആയിക്കുന്നുണ്ട് നമ്മളവിടെ എത്തുമ്പോൾ. നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇവിടെ ഒരു ആർച്ച് പോലെ, ഈ ആർച്ചിൻ്റെ മുകളിലൊക്കെ ചെടികൾ വെക്കാനുള്ളൊരു ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് ഗൈസ്. ഒരു പാലൊക്കെ ഉണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഒരു പാലൊന്നും പറയാറ്റില്ല, ഒരു ജസ്റ്റ് ഒരു അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാമെന്നുള്ളൊരു ധാരണയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ UAE വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ പ്ലേസ് കാണുന്നത്. അത് നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഗൈസ് എൻ്റെ മൈക്ക് വർക്കാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ കൽപ്പില നിങ്ങൾ പറയുന്നത് കേൾക്കണത്. മൈക്ക് പോയി ഗൈസ്. മൈക്ക് എന്താ അറിയില്ല, അത്യാവശ്യം പ്രൈസ് ഉണ്ട് കേട്ടോ. 100 ദിർഹംസിൻ്റെ അടുത്ത് പ്രൈസ് വരുന്ന ഒരു മൈക്ക് വാങ്ങിയതാണ്. പക്ഷേ മൈക്ക ഒരു എന്താ പറയുക, ഒരു ചിലമ്പിച്ച പോലെ സൗണ്ട് കേൾക്കണ പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ സംസാരിക്കുമ്പോഴൊന്നും ഞാൻ എന്താ പറയുക വീഡിയോ ശ്രദ്ധിച്ച് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം സംസാരിച്ച് കുഴപ്പമില്ല തോന്നിയപ്പോഴാണ് ഞാൻ അടുത്തത് സംസാരിക്കാൻ തുടങ്ങിയത് കേട്ടോ. പക്ഷെ പിന്നെ ഞാൻ ഇതാക്കാനേ നിന്നില്ല കേട്ടോ. മോളിതാ നല്ല ഒച്ചമിളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവളെന്താ അറിയില്ല പാലൊക്കെ കുടിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങളിതാ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ളതിൽ അങ്ങനെ ഞാനും ഓളും കൂടിയിട്ട് കുറേ നേരം നിന്ന് തുള്ളിട്ടോ. പിന്നെന്താ പറയുക, ഞങ്ങളോട് പറയുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. നമുക്കൊരു കുട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. മോളെ കാര്യങ്ങൾ നോക്കലും ഇതാക്കലും. ഞങ്ങൾക്ക് 6 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ ഒരാളാണ് കേട്ടോ അത്. അപ്പം അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളിതാ മോൾക്കും കാണാമല്ലോ. പക്ഷേ നിങ്ങളിപ്പോൾ പറയുന്നത് ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ പോരെയെന്ന്. അപ്പം ഞങ്ങൾ മോളായിട്ട് ഇതാ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല ഈ പ്ലേസ് ഇക്ക മുന്നേ കണ്ടിട്ടുണ്ട് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളൊന്ന് തേടി പിടിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഇതിൻ്റെ പ്ലേസിൻ്റെ നെയിമൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ചോദിച്ചിട്ട് എനിക്ക് അവർ പറഞ്ഞു തന്നത് അൽജദാഫ് ഏരിയ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പാർക്കൊക്കെ കാണാനുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ആ പാർക്കൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇക്കനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ആ പാർക്ക് വീഡിയോ എടുക്കുമെന്ന്. അങ്ങനെ ഞാൻ ഇതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോണത് ആ കാണുന്ന പാലത്തുമ്മൽക്കാണ് കേട്ടോ. പാലല്ല, ജസ്റ്റ് ഒരു ആണ്. ഇവിടുന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആണ് കേട്ടോ. ഞാനിത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു പ്ലേസിലൊക്കെ പോയാൽ കുറേ നേരം ഇരിക്കുമോ, അതോ ജസ്റ്റ് കുറച്ച് നേരം ഇരുന്നിട്ട് വേഗം അവിടുന്ന് പോരാനുള്ള ഇഷ്ടമുള്ള ആൾക്കാരാണോ, അതോ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഇന്നലെ അവിടെ എത്തുമ്പോൾ ലേറ്റായ കാരണം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോകാമെന്നുള്ളൊരു ഇതിലാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്ക പറഞ്ഞു എന്തോ ഷട്ടറത്ത് ഷവർമ്മ അടിപൊളിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് റെസിഡൻസ് താമസിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് വലിയ വലിയ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ മേലെ കയറിയാൽ ഇവിടുത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഗൈസ് ഈ ഓടിപ്പോകുന്നത്. മോളായിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഇക്കനോട് പറയും ആ ട്രോളി എടുക്കുക. ഇക്ക ഒരു പൊടിക്ക് സമ്മതിക്കില്ല. ഓള് കരയുണ്ട് പറഞ്ഞിട്ട്. ഓള് നല്ല കരച്ചിലാണ് അതിൽ കിടന്നത്. പക്ഷെ എല്ലാവരും പറയുന്നത് അതിൽ കിടന്ന് ശീലിപ്പിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പർച്ചേസിനൊക്കെ പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് ചെറിയൊരു സ്പേസ് ആയ കാരണം ഞങ്ങൾ എന്താ പറയുക ഓളെടുത്തിട്ട് നടക്കാന്നുള്ളതിൽ തന്നെ ഇക്ക നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക വീഡിയോ എടുക്കുന്ന കാരണം ഞാൻ എടുത്തോളാം, ഒരു കയ്യിൽ ഫോണോ ഒരു കയ്യിൽ മോളാകുമ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഗൈസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ കാണുന്നത് നമ്മളെ എന്താ പറയുക ഫെസ്റ്റിവൽ സിറ്റി ഭാഗമാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ഇന്നലെ പോകാൻ പറ്റിയില്ല. പിന്നെ അടിപൊളി ബോട്ട്, അങ്ങനത്തെ അടിപൊളി എന്താ പറയുക UAE ആൾക്കാർ മസ്റ്റ് വിസിറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ ഈ പ്ലേസ്.
അൽ ജദ്ദാഫ് ദുബായ് നടിച്ചാൽ തന്നെ നമുക്ക് ഇവിടെ വരാൻ പറ്റും. അതുപോലെ പാർക്കിംഗ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. കച്ച പാർക്കിംഗ് ആണ്, പാർക്കിങ്ങിന് ഫീ ഇല്ല. എന്താ പറയുക, ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാനിതാ ഗൈസ് ഫോട്ടോ എടുക്കുക വീഡിയോ എടുത്ത് കൊണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്കണ്ടിട്ടൊരു ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ നോർമലി റോഡാണ് കേട്ടോ, നിങ്ങൾ ആ പാലം പോലെ കാണുന്നത്. പിന്നെ ഇത് ജസ്റ്റ് എന്താ പറയുക, ഇതിൽ നല്ല ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒരു സെൽഫി എടുത്ത് നോക്കിയതാണ്. പക്ഷേ സെൽഫി എടുത്തപ്പോൾ ആ ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ടാ തോന്നുന്നുണ്ട്, ഒരു ഇതായില്ല. പിന്നെ ഇതാ വാപ്പയും മോളും നല്ല മൂഡിലായിരുന്നു കേട്ടോ. മോളൂസ് എന്താ അറിയില്ല, തീരെ ചിരിക്കൂല കേട്ടോ ക്യാമറയിൽ. പക്ഷെ നോർമലി നന്നായി ചിരിക്കും അവൾ കേട്ടോ. ക്യാമറ എടുത്ത് അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവൾ തീരെ ചിരിക്കില്ല. ഇക്ക കുറേ നോക്കിയിട്ട് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആൾ ചിരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ട് അവളായിട്ട് നമുക്കൊരു ഷോർട്സ് ഇടണ്ടേ എന്നുള്ള ഇതിൽ കുറച്ച് നേരം വീഡിയോസ്. പിന്നെ അവൾക്ക് ഇതൊക്കെ ഒരു മെമ്മറി ആവുമല്ലോ, നമ്മളെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു മെമ്മറീസൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. എന്താ പറയുക, യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ ഒന്നാമത് നമ്മളെ ഫാമിലീസും എല്ലാവർക്കും കാണാമല്ലോ മോളെ. നമ്മളിവിടെ ആയ കാരണം മോസ്റ്റ്ലി ഫാമിലീസ് നാട്ടിലായ കാരണം അവർക്കും കാണാമല്ലോ മോള് വലുതായിക്കുന്നോ, മോളെ അതെന്താണ് എന്നൊക്കെ അവർക്കും അറിയാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോസും ഫോട്ടോസൊക്കെ മോളത് ഇടുന്നത്. എല്ലാവരും എന്നെ പറയുന്നുണ്ട് വീഡിയോസ് ഇടണ്ടെന്നൊക്കെ. പക്ഷെ എന്താണ്, നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇതാ ഞങ്ങൾ ഗൈസ് അപ്പുറത്തെ സൈഡിലേക്ക് നടന്നു കേട്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് നടന്നിട്ട് ഇതങ്ങനെ ഇതേ നമ്മൾ അതർ സൈഡ് പോലെ തന്നെ ഈ സൈഡിലും കുറേ ഒരു വാക്ക് വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇക്കനോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാം, ഇവിടെ ഇത്രയേ ഉള്ളൂ എന്ന്. അപ്പം ഇക്ക പറഞ്ഞല്ല, നമ്മൾ അവിടുന്ന് ഒരു ലൈറ്റൊക്കെ കണ്ടില്ലേ ഈന്തപ്പഴത്തിൻ്റെ അവിടെയുള്ള, അതൊക്കെ നമുക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടിയാണ് നടന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ നിങ്ങൾക്കത് വീഡിയോയിലൂടെ കാണിച്ചു തരാം. എന്താ പറയുക, നമ്മൾ കണ്ടു നോക്ക് കുറച്ച് നേരം. ഞാൻ ഈ നടക്കുന്ന വീഡിയോ ഒക്കെ സംസാരിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ ഗൈസ്, നമ്മളെ ചതിച്ചില്ലേ. ഇനിയിപ്പോൾ മൈക്ക് കൊണ്ട് റിട്ടേൺ ചെയ്ത് നോക്കട്ടെ, അവരെടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ ക്യാഷ് പോയി എന്ന് പറയാം. അവർ നല്ല ക്വാളിറ്റി പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ. ബോട്ടിങ് സർവീസിന് വന്നതാണ് പറഞ്ഞ് 49 dirhams 29 dirhamsന് അവിടെ ഫുഡ് അടക്കമുള്ള ബോട്ടിങ് സർവീസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഏതൊക്കെ ബോട്ടിങ്ങാണ് 29, ഏതൊക്കെ ബോട്ടിങ്ങാണ് 49 dirhams എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇത് വേറൊരു ഇതൊക്കെ മലയാളി ഫാമിലീസ് ഉണ്ട് കേട്ടോ. ഒരുപാട് മലയാളി ഫാമിലീസും അതുപോലെ നേപ്പാളീസിനാണ് കേട്ടോ കണ്ടത്. ഇക്ക പറഞ്ഞു ഇത് കാണാതെയാണോ പോണതെന്ന് ചോദിച്ചിട്ട് എന്നെ കളിയാക്കിയിട്ട്. അപ്പം ഞാൻ എന്തായാലും കുറച്ച് അതുവരെ പോയിട്ടുണ്ട് കേട്ടോ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരിത് കാരണം. കുറച്ചധികം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. പിന്നെ ഇവിടെ ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊന്നും എന്താ പറയുക, അവിടെ ആളുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ നോക്കി. അപ്പോൾ ഇക്ക മോളെ അവിടെ ഇരുന്നു കേട്ടോ. ഇക്കനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരുന്നോ, ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് പോയിട്ട് വേഗം വീഡിയോ എടുത്തിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ ഗൈസ് കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് ഞാനിതാ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കും നീ ഇപ്പോൾ ഇവളിത് എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതായിരിക്കും മോളും പാവ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇക്കനെ പറഞ്ഞൊന്ന് ഞാൻ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ലക്ഷറി ഹോട്ടലാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. എന്താ പറയുക, ഒന്ന് നമുക്ക് ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ അവിടെ താമസിക്കല്ല, അങ്ങനെ കുറച്ച് ദിവസം നിന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ കൂടുതലായിട്ടും നമ്മുടെ എന്താ പറയുക യൂറോപ്യൻസാണ് കേട്ടോ അവിടെ ഉള്ളത്. ഈ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫുള്ള് കണ്ടാൽ ഒരുവിധം നമ്മുടെ ഈ ഒരു ജദ്ദാഫ് ഏരിയ ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറേ മലയാളീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ബുക്കിംഗ് ചെയ്തിട്ട് നിങ്ങൾ വരണം, ബുക്കിംഗ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ 49 dirhamsന് വിത്ത് ഫുഡ് അടക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവർ എനിക്ക്. പിന്നെ ഇവിടെ വാഷ്റൂം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും ഇവിടെ ഇരിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാഷ്റൂം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ എന്താ പറയുക, നമുക്കൊന്ന് നടന്നിട്ട് അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് പോയി കണ്ടോക്കെ ഏതൊക്കെ ബോട്ടാണ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്.
അപ്പോൾ ഇവിടെ ഗൈസ് ഓരോരുത്തരും തകൃതിയായ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ നല്ല നന്നാവട്ടെ. പിന്നെ നമ്മൾ ഒരുപാട് ഫോട്ടോ എടുക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മളത് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ നേരം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ വന്ന്. ആ ബോട്ടിങ്ങിൽ മോസ്റ്റ്ലി ഇംഗ്ലീഷുകാരാണ് കേട്ടോ. അതിന് അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ 49 ബോട്ട് ഞാൻ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാം കേട്ടോ. അതിനാണ് ആൾക്കാർ ആ വെയിൽക്കൂടെ അങ്ങനെ നടന്നിട്ട് പോണത് കേട്ടോ. ഞാൻ ഈ ഹോട്ടലിലേക്ക് അപ്പുറത്ത് കൂടെ പോയാൽ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ഞങ്ങൾ നടന്നു നോക്കിയത്. പക്ഷെ കാണാൻ പറ്റുന്നില്ല ഗൈസ്. അതെന്താ പറയുക, അതിന് ഫുള്ള് ചുറ്റുഭാഗവും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നല്ലൊരു ഭംഗിയുള്ളൊരു ഡോഗിനെ കണ്ടപ്പോൾ അതിനും ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു എന്താ പറയുക ഹോട്ടലിൻ്റെ ജസ്റ്റ് നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 49 ദിറംസിൻ്റെ ഓഫറുള്ള ക്രൂയിസ് ട്രിപ്പിൻ്റെ ബോട്ടിങ്ങിൻ്റെ അടുത്തേക്കാണ് കേട്ടോ നമ്മൾ പോണത്. ഇക്കങ്ങനെ പറഞ്ഞ് നമുക്ക് കയറി വയ്ക്കാലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അത് കാരണമാണ് കേട്ടോ കയറാഞ്ഞത്. ഞങ്ങളൊരു ഇതിൻ്റെ ഒരു പ്രോഗ്രാമിന് കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ തപ്പി പിടിച്ചാലൊക്കെ കിട്ടും ഇൻഷാ അല്ലാഹ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇതാണ് കേട്ടോ 29 49 ദിറംസിൻ്റെ ക്രൂയിസ് ട്രിപ്പ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ എന്താ പറയുക ഈ ഒരു ഷിപ്പിൻ്റെ ഒരു ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ മോസ്റ്റ്ലി പോയിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ തിരിച്ചിട്ട് ഇതാ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ എന്താ പറയുക ഒരു മോളെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു പയ്യന് വന്നിട്ട് പറഞ്ഞ് നിങ്ങളെ ഫോട്ടോസൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളത് എടുത്ത് തന്നു കേട്ടോ. നല്ലൊരു മോന് കേട്ടോ. ഒരു പാകിസ്ഥാനി ചെക്കനാണ് കേട്ടോ. നല്ല എന്താ പറയുക നമുക്ക് നല്ല ഇഷ്ടമായിട്ടോ. അവനക്ക് മോളെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ മോൾക്ക് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അവന് പോയത്. അപ്പോൾ ഞങ്ങളെന്താ പറയുക ഞങ്ങൾ ഇനി റിട്ടേൺ വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഇക്ക ഒന്നും കൂടി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി വീഡിയോയും ഫോട്ടോസും ഒന്നും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളായിട്ട് ചില ടൈമിൽ ഇക്കൊക്കെ നല്ല മൂഡാണ്. അപ്പോൾ ഒക്കെ നല്ല വീഡിയോസിനും ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിതാ റിട്ടേൺ പോവുകയാണ് കേട്ടോ. ഒരുപാട് നടന്ന് കാലൊക്കെ നല്ല പഞ്ചറായിട്ടുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം നന്നായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്താ പറയുക ഇനിയും ഇവിടുത്തെ ദുബായിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കാണാനുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അവിടുത്തെ വീഡിയോ വേണമെങ്കിൽ. അപ്പം ഞാൻ നിങ്ങൾക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് സെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയുന്ന പ്ലേസ് ഞാനും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു. ഇനി നെക്സ്റ്റ് ഡേ 5 വരാം.